ഹരി ഓം. ദശക 70, ശ്ലോകം 10. ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാമയമിഹോക്ഷവിഭേദി യുദ്ധമാത്തഹസിതൈ സഹ ഗോപൈർഗേഹഗസ്ത്വമവപാദപുരേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാം അയം ഇഹ ഉക്ഷവിഭേദി. വീക്ഷ്യതാമയമിഹോക്ഷവിഭേദി. അയം ഇഹ ഉക്ഷവിഭേദി. അയമിഹോക്ഷവിഭേദി. യുദ്ധം ആത്ത ഹസിതൈഃ സഹ. യുദ്ധമാത്തഹസിതൈഃ സഹ ഗോപൈഃ. യുദ്ധമാത്തഹസിതൈഃ സഹ ഗോപൈർ ഗേഹഗഃ ത്വം അവ. ഗേഹഗഃ ത്വം അവ. ഗേഹഗസ്ത്വമവ വാതപുരേശ. ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാമയമിഹോക്ഷവിഭേദി യുദ്ധമാത്തഹസിതൈ സഹ ഗോപൈർഗേഹഗസ്ത്വമവപാദപുരേശ. ശ്ലോകം 10 അന്വയവും അർത്ഥവും. ഹേ ഔക്ഷകാണി യൂയം ദൂരം പരിധാവത അയം ഇഹ ഉക്ഷവിഭേദി വീക്ഷ്യതാം യുദ്ധം ആത്തഹസിതൈഃ ഗോപൈഃ സഹ ഗേഹഗഃ ത്വം ഹേ വാതപുരേശ മാം അവ. ഹേ ഔക്ഷകാണി, അല്ലയോ അല്ലയോ കാളകളെ. ഔക്ഷകാണി എന്ന് പറഞ്ഞാൽ കാളകളുടെ കാളക്കൂട്ടങ്ങളെ. ഹേ ഔക്ഷകാണി യൂയം ദൂരം പരിധാവത, നിങ്ങൾ ദൂരെ ഓടിപ്പൊക്കൊള്ളിൻ. ഇതാര് പറയുന്നതാണ്? ഇടയ കുട്ടികൾ പറയുകയാണ്, കൃഷ്ണനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. കാളക്കൂട്ടങ്ങളെ നിങ്ങൾ ഓടി ദൂരെ പൊക്കൊള്ളിൻ. അയമിഹ ഉക്ഷവിഭേദി വീക്ഷ്യതാം. ഇതാ ഇയാൾ കാളയെ കൊല്ലുന്നവനാണ്. കാണുവിൻ. വീക്ഷ്യതാം കാണുവിൻ. അയം ഇഹ ഇതാ ഇയാൾ ഉക്ഷവിഭേദി കാളയെ കൊല്ലുന്നവനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ കാളയായിട്ട് വന്ന അസുരനെ കൊന്നില്ലേ? അതുകൊണ്ട് കൂട്ടുകാർ കളിയാക്കി പറയുകയാണ്, നിങ്ങൾ അല്ലയോ കാളക്കൂട്ടങ്ങളെ, അവിടെ കാളകളും പശുക്കളും ഒക്കെ ഉണ്ടല്ലോ, അല്ലയോ കാളക്കൂട്ടങ്ങളെ നിങ്ങൾ ദൂരെ ഓടിപ്പൊക്കോളിൻ. നിങ്ങൾ ഓടി രക്ഷ വേണമെങ്കിൽ ഓടിപ്പൊക്കോളിൻ. ഇയാൾ കാളയെ കൊല്ലുന്നവനാണ്. കാണുവിൻ, നോക്കുവിൻ എന്ന്. യുദ്ധം ആത്തഹസിതൈഃ ഗോപൈഃ സഹ ഗേഹഗഃ ത്വം. യുദ്ധം എന്നിങ്ങനെ ആത്തഹസിതൈഃ പരിഹസിച്ച് ചിരിക്കുന്ന ഗോപൈഃ ഇടയന്മാരോടുകൂടി സഹ ഗേഹഗഃ ത്വം ആ ഭവനത്തിലേക്ക് അമ്പാടിയിലേക്ക് മടങ്ങിപ്പോയ നിന്തിരുവടി. യുദ്ധം ആത്തഹസിതൈഃ ഗോപൈഃ സഹ ഗേഹഗഃ ത്വം എന്നിങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്ന ആ ഇടയ കൂട്ടുകാരന്മാരോടുകൂടി ആ അമ്പാടിയിലേക്ക് ആ ഭവനത്തിലേക്ക് തന്നെ ആ മടങ്ങിപ്പോയ നിന്തിരുവടി. ഹേ വാതപുരേശ, അല്ലയോ ഗുരുവായൂരപ്പ, മാം അവ എന്നെ രക്ഷിക്കണമേ. വാതപുരേശ സൂക്ഷ്മാർത്ഥം വാതം വായു, വാതത്തിൻ്റെ പുരം നമ്മുടെ ശരീരം, ഈ ശരീരത്തിൻ്റെ ഈശൻ ആത്മാവ്, അതാണ് വാതപുരേശ. സ്ഥൂലാർത്ഥം വാതം വായു, വായുവിനാൽ നിർമ്മിക്കപ്പെട്ട പുരം ഗുരുവായൂര്, ഗുരുവായൂരിൻ്റെ ഈശൻ ഗുരുവായൂരപ്പൻ, അതാണ് സ്ഥൂലാർത്ഥം. എല്ലാ ദശകത്തിൻ്റെ അവസാനത്തിൽ ഭട്ടതിരിപ്പാട് ഇത് പറയാറുണ്ട്. അപ്പോൾ അരിഷ്ടാസുരൻ അല്ലെങ്കിൽ ആ വൃഷഭാസുരൻ പൂർവ്വജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിരുന്നു. ആ ബൃഹസ്പതിയുടെ അടുത്ത് പഠിക്കാൻ പോയി. അപ്പോൾ എന്നാൽ ആ ബൃഹസ്പതിയെ നമസ്കരിച്ചില്ല. അതാണ് ഗുരുക്കളെ നമസ്കരിക്കണം, ഗുരുക്കളെ ബഹുമാനിക്കണം എന്ന് പറയുന്നത്. എന്ത് തന്നെ പഠിപ്പിച്ചോട്ടെ, ആ പഠിപ്പിക്കാൻ വരുന്ന ഗുരുവിനെ നമ്മൾ വേണ്ട വിധത്തിൽ ബഹുമാനിക്കണം. അപ്പോൾ അങ്ങനെ ബഹുമാനിച്ചില്ല. അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്തു? ബൃഹസ്പതി ശപിച്ചു. അപ്പോൾ നീയൊരു കാളയായിപ്പോ എന്ന് ശപിച്ചു. അപ്പോൾ ഉടനെ തന്നെ ശാപമോക്ഷവും കൊടുത്തു. ആ കൃഷ്ണൻ്റെ കൈകൊണ്ട് നിനക്ക് മോക്ഷവും കിട്ടും എന്ന് തന്നെ വരവും കൊടുത്തു. അപ്പോൾ ആ ഭഗവാന്റെ സ്പർശനം കൊണ്ട്
മുക്തനായി മാറി. അങ്ങനെ ആ വൃഷരൂപിയായ അരിഷ്ടാസുരനെ കൊന്നതിന് ശേഷം, അല്ലയോ വൃഷസമൂഹങ്ങളെ, കാളക്കൂട്ടങ്ങളെ, നിങ്ങൾ വേഗം ഓടിക്കൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ ഈ കൃഷ്ണൻ വൃഷഘാതനാകുന്നു, ആ കാളകളെ കൊല്ലുന്നവനാകുന്നു എന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് ആ ഇടയ ബാലകന്മാർ കൂടെ നടന്ന ആ ബാലകന്മാരോട് കൂടിയിട്ട് ആ ഭവനത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയ നിന്തിരുവടി അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. ഔക്ഷകാണി പരിധാപത ദൂരം വീക്ഷ്യ രാമയമിഹോക്ഷവിഭേദി യുദ്ധമാത്തഹസിതൈ സഹ ഗോപൈർഗേഹഗസ്ത്വമവപാത പുരേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.